ആദ്യം മോൻ്റെ പാട്ട് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉണരുന്നത്. ഇന്ന് നേരത്തെ എണീറ്റ് എല്ലാ ദിവസവും ഞാനാണ് ആദ്യം എണീക്കുന്നത്. സ്കൂളിൽ പോകണമല്ലോ, അപ്പോൾ ലഞ്ചും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ താമസിച്ച് എണീറ്റത്, അവൻ നേരത്തെ. അപ്പോൾ കുറച്ച് ജോലികൾ കിടപ്പുണ്ട്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ് കേട്ടോ. നിങ്ങളെയൊക്കെ എല്ലാം ഒന്ന് പരിചയപ്പെട്ട് വരുന്നതെല്ലാം ഉള്ള. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അതിന് വേണ്ടിയിട്ട് രാവിലത്തെ റൊട്ടീനൊന്ന് ചുമ്മാ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ചെറുതായി ഒന്ന് എടുത്ത് നോക്കാമെന്ന് ഞാനും കരുതി. അപ്പോൾ രാവിലത്തെ റൊട്ടീൻ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഇത് തന്നെയാണ് എല്ലാ ദിവസത്തെയും പണി. കാരണം പെട്ടെന്ന് പണി തീർക്കണം എനിക്ക്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചടപട എന്ന് പറഞ്ഞാൽ എല്ലാം തീർക്കും. എന്നും രാവിലെ ഇവിടെ ചായ ഇട്ട് കൊടുക്കുന്ന പതിവൊന്നുമില്ല കേട്ടോ. അച്ഛനും മോനും രാവിലെ ചായ കുടിക്കുന്നത് അവർ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ്. എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ചായ ഇട്ട് കുടിക്കാറുള്ളൂ. വീടിന് പുറയിൽ ഒരു ചെറിയ ചെടി പടർന്നുണ്ട് കേട്ടോ, നന്നായിട്ട് പടർന്ന് വരുന്നുണ്ട്. നല്ല പൂവൊക്കെ ആകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ചെറിയ വെയിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡ്രസ്സും രാവിലെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വിരിക്കാമല്ലോ. പിന്നെ മിറ്റമൊക്കെ റെഡിയാക്കി ഒന്ന് തൂത്ത് വാരി എടുക്കണം. ഇന്നലെ മഴയായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. രാവിലെ തുടങ്ങിയ മഴ വൈകിട്ട് അവസാനിച്ചു. രാത്രിയിലും നല്ല മഴയായിരുന്നു. പക്ഷേ അതുകൊണ്ട് തുണിയൊന്നും ഉണക്കാനോ വിരിക്കാനോ ഒന്നും പറ്റിയില്ല. ആദ്യമേ ഒന്ന് ക്ലീന്. പിന്നെ എനിക്ക് തോന്നി ഒരു ചായ ഇട്ട് കുടിച്ചാൽ എന്താന്ന്. ഇന്ന് വീഡിയോ ഒക്കെ എടുക്കല്ലേ, അപ്പോൾ ഒരു ചായയും കൂടി ഇരുന്നോട്ടെ. അങ്ങനെ ചായയും കല്ലപ്പവും ഒക്കെ ഉണ്ടാക്കാൻ പോകാട്ടോ. എനിക്ക് കല്ലപ്പം ഇഷ്ടമാണ്. അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന അപ്പത്തേക്കാട്ടിൽ ഇഷ്ടം കല്ലപ്പം. അപ്പത്തേക്ക് ദാണ്ട് അച്ഛനും മോനും പോയിട്ട് ഇതാ വരുന്നു. ഇഡ്ഡലി സാമ്പാറും ഒക്കെ അച്ഛമ്മ കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കും കൊടുത്തു വിടും കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ടേക്കും. ചിക്കൻ കറി വെക്കുമ്പോൾ നീ തന്നെ ഇരുന്ന് തിന്നുവാണെന്ന് ചോദിക്കില്ല. അങ്ങനല്ല കേട്ടോ. ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ കൊടുക്കും. ഏട്ടായുടെ ഫ്രണ്ട്സിന് കൊടുക്കാറുണ്ട്, പിന്നെ വീട്ടിലേക്ക് കൊടുത്തു വിടാറുണ്ട്. ഇവിടെ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും അതെല്ലാം കൊടുത്തു വിടും. ഞാൻ ചായ ഇട്ട് കുറച്ച് മുമ്പ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ അപ്പം കുട്ടിയുള്ളതിനാലാവും യൂട്യൂബിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നു, ഇനി ഇത് ആവർത്തിക്കരുതെന്ന്. അതുകൊണ്ട് മോൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ഇടില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെ മാത്രം ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി മോനെ ലൈവിൽ കാണിക്കില്ല, ഒന്നുമില്ല. ഞാൻ നോക്കിയതിന് ശേഷം എങ്ങനെയാണെന്ന് കുറച്ച് വിദഗ്ധമായി ചിന്തിച്ചതിന് ശേഷമേ വരൂ. അപ്പോൾ ഞാൻ ലൈവിൽ കാണും. ബൈ ബൈ.